കണ്ടകശനി കൊണ്ടേ പോകുന്ന കേട്ടിട്ടില്ലേ? അതുപോലൊരു ദിവസമായിരുന്നു ഇന്ന്. നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയതേ ഉള്ളൂ. വിട്ട് കൊതിരുന്നതിന് മുന്നേ ഷൂ പറഞ്ഞു പോയി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പം അതങ്ങ് എടുത്ത് മച്ചിന്റെ മുകളിലേക്ക് അങ്ങ് ചാടി. ഡോറ് തുറക്കാൻ നോക്കിയപ്പോഴതാ താക്കോല് സ്റ്റേയിലുള്ളവന്മാർ വീട്ടിൽ കൊണ്ടുപോയി. വിളിച്ചപ്പോൾ വരാൻ ഉച്ചയാകുമെന്നാ പറഞ്ഞത്. ട്രെയിൻ കയറി ഉറങ്ങാത്തോണ്ട് കണ്ണും മുഖം എല്ലാം ചത്ത അവസ്ഥയായിരുന്നു. ഉറക്കവും വിശപ്പും വന്നിട്ടാണെങ്കിൽ തെക്ക് വടക്ക് തിരിയണില്ല. പിന്നെ മുഖം കഴുകാൻ നേടി പൈപ്പും കണ്ടുപിടിച്ച് മുഖവും കഴുകി ഒരു ചെറിയ പല്ലുതേപ്പും പാസാക്കി. എക്സ്ട്രാ പെയറായി വേറൊരു ഷൂ എടുത്തുകൊണ്ട് അതും ഇട്ടേച്ച് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. നിങ്ങൾക്ക് ഇതുപോലത്തെ കഷ്ടം പിടിച്ച ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? കഴിച്ചു കഴിഞ്ഞ ശേഷം ബസ്സും പിടിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തി. ക്ലാസ്സിലിരുന്ന് യൂട്യൂബ് കാണലും ഉറങ്ങലും ആയിരുന്നു ഇന്നത്തെ അവസ്ഥ. ഒന്നും തലേ കയറിയില്ല. പിന്നെ ക്ലാസ്സും കഴിഞ്ഞ് ഒരു ചായയും കുടിച്ച് ബസ്സും പിടിച്ച് സ്റ്റേയിലെത്തി. ഫോൺ ചാർജ് കുത്തിയപ്പോൾ അടുത്ത പണി ചാർജ് കയറണില്ല. പിന്നെ അതും എടുത്ത് പടമുള്ള ടെക് ഹബിൽ കൊടുത്ത് പണിതെടുത്ത് 350 ഉറുപ്പ്യായിട്ടാ അത് ശരിയാക്കാൻ. അപ്പോഴേക്ക് എല്ലാവരും എത്തി. എന്നിട്ട് ഷേണായസിൽ നമ്മ ലോക കാണാൻ പോയി. പടം എല്ലാവരും കണ്ടാണല്ലോ അല്ലേ? എനിക്കിഷ്ടമായി കേട്ടാ പടം. പടത്തിന് വന്നപ്പോഴും ക്ലാഷ് ഓഫ് ക്ലാൻസിൽ ടൗൺ ഹാൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ആസനോടെ. സ്വന്തമായി സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യം എന്ന് തോന്നുന്നു. പിന്നെ പടം കഴിഞ്ഞ് തിരിച്ച് സ്റ്റേയിലെത്തി. അപ്പൊ ശരി, എപ്പോഴും പറയുന്ന പോലെ പോയിട്ട് വരാം.